ഹേ ഓൾ, ഇന്ന് നമ്മൾ അതിരപ്പള്ളി വാഴച്ചാൽ വഴി വാൾപ്പാറയിലോട്ട് പോകുന്ന ഒരു ചെറിയ ട്രിപ്പാണ്. അതിലൂടെ നമ്മൾക്ക് കാട്, തേയിലത്തോട്ടങ്ങൾ, പിന്നെ ബിരിയാണി, അങ്ങനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ അതിരാവിലെ, അതായത് ഒരു 6 മണിക്കാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു റൈഡ്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, കാര്യമില്ല, ഞങ്ങൾ കോട്ടൊന്നും ഇട്ടില്ല, സീനില്ല. അവിടെ ഞങ്ങൾ വണ്ടി എടുത്തു മെല്ലെ വിട്ടു. പക്ഷേ നമ്മൾ ഈ നെടുമ്പാശ്ശേരിയുടെ അടുത്തെത്തിയപ്പോഴാണ് മഴ നല്ലപോലെ തോന്നി. ശരി വേണ്ട കോട്ടിട്ടു, എന്നിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര ചടപ്പായിരിക്കും എന്നുള്ള രീതിക്ക് കോട്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നീട് മനസ്സിലായത് മഴ പെയ്ത് പോവുകയായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് മഴയൊക്കെ പെയ്ത് പോയി, വലിയ സീനില്ല, ട്രാഫിക്കും ഇല്ലായിരുന്നു, നൈസായിരുന്നു. നല്ല രീതിക്ക് ഞങ്ങൾ കൈ കൊടുത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പിന്നെ സമയം 7 മണിയായിട്ടുള്ളൂ. അപ്പോൾ അതിരപ്പള്ളി എത്തുന്നതിന് തൊട്ട് മുന്നേ എവിടെ നിങ്ങൾ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ വേണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് വലിയ കുഴപ്പമില്ല, അങ്കമാലിയൊക്കെ എത്തി. നമ്മുടെ മാപ്പിലിട്ട് നോക്കിയപ്പോൾ നമ്മൾക്ക് ചാലക്കുടിയിൽ നിന്ന് റൈറ്റ് അല്ലാതെ അതിന് മുന്നേയായിട്ടൊരു ഒരു വഴി കാണിക്കുന്നുണ്ടായിരുന്നു, ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ അവിടെ നിന്നൊക്കെ ഒരു റൈറ്റിക്കുള്ള വഴി. അപ്പോൾ ആ വഴി പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അതായത് ഒന്ന് പോയി നോക്കാം, അത് മെയിൻ റോഡിൽ കയറിയായിരിക്കും എന്നുള്ള രീതിക്ക് അതിൽ പോകാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവാണ്. പുള്ളിക്കാർ ബാക്കിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ iPhone 13 വീഡിയോ എടുക്കുന്നത്, അതായത് GoPro ഒന്നുമില്ല. പുള്ളിക്കാരിങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് തരും, പിന്നെ ഓൺ വോയിസ് ചെയ്യാമല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം അങ്ങനെ പോകുന്നുണ്ട്. ഭാവിയിൽ ഒരു GoPro ഒക്കെ എടുക്കാനൊരു പ്ലാനൊക്കെ ഉണ്ട്. അങ്കമാലി സാധാരണഗതിയിൽ ഇങ്ങനെയല്ല, നല്ല തിരക്കായിരിക്കും. നമ്മൾ ഈവനിങ് ഒക്കെ വന്ന് ഇവിടെ പെട്ടാലാണ് അറിയുള്ളൂ ഇതിൻ്റെ മെയിൻ എങ്ങനെയാണ് ഇവിടുത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ. നല്ല തിരക്കായി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഒരു നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഇതിൻ്റെ അപ്പുറം കടന്ന് കിട്ടിക്കഴിഞ്ഞ വരെ അവിടെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പാലമുണ്ട്, അവിടം വരെയും തിരക്കായിരിക്കും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് കവർ ചെയ്ത് കിട്ടാം. പറഞ്ഞ ഇതാണ് ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് റൈറ്റ്. ഇവിടെ ഇപ്പോൾ ഈ പാരഗണൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ റോഡ് എങ്ങനെയാ വെച്ചാൽ ഒരു ചെറിയ റോഡാണ്, പക്ഷേ നല്ല റബ്ബറൈസ്ഡ് റോഡാണ്. പക്ഷേ നമ്മൾക്ക് അതിരപ്പള്ളിയിലോട്ടുള്ള റോഡ് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല, അത് വേറെ റൂട്ടാണ്. പക്ഷേ നമ്മൾക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ആ റോഡ് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇത്തിരി മോശമാണ്. പിന്നെ ഇത് എവിടെ എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അതിരപ്പള്ളി നമ്മുടെ ഈ പുഴയിൽ ചാലക്കുടി പുഴയുടെ ആ സൈഡിൽ ഈ മെയിൻ റോഡ് വരാതെ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് ഈ റോഡ് വരുന്നത്. എന്നിട്ട് നമ്മൾ നേരെ സിൽവർ സ്റ്റോമിൻ്റെ ആ പാലം വഴി ക്രോസ് ചെയ്ത് കയറും. ആ റോഡൊക്കെ അവിടെ ഭയങ്കര മോശമാണ്, അതായത് ഫുള്ള് ഓഫ് റോഡാണ്. ഞങ്ങൾ ഡബിൾസ് ആയതുകൊണ്ട് നമുക്ക് ഹിമാലയാണെങ്കിലും നമുക്ക് മെല്ലെ എടുക്കാനും പറ്റുള്ളൂ. സിംഗിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഡബിൾസ് ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ചവിട്ടി മെല്ലെ കയറ്റി ഇറക്കാനും പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും ബാക്കിക്ക്. പിന്നെ ഈ ബോട്ട്സ് നല്ല ഷേക്കാണല്ലോ. പിന്നെ ഞങ്ങൾ ഈ ജംഗ്ഷനിൽ നിർത്തിയിട്ടാണ് കോട്ടക്കൂരി സെറ്റ് ചെയ്ത് പോയത്. പിന്നെ ആ ഏരിയയിലുള്ള വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി, ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല. ഒന്നാമത് അവിടെ ലൈറ്റും കമ്മിയാണ്, ഫുൾ കാടായിട്ട്. അവിടെ ആന ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ റീൽസ് കണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി വന്നിട്ടാണ് അത് അവിടെ എങ്ങനെയാണ്. ഈവനിങ് ഇപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. ഇവിടെ ഫുള്ള് ചായക്കടകളും അങ്ങനെ ഫുൾ തിരക്കാണ്. ഈ ഏരിയയിൽ ഫുൾ നല്ലൊരു ഹാപ്പനിങ് ടൈമാണ്. മോർണിംഗ് അത്ര തിരക്കില്ല, കുറച്ച് ബൈക്കേഴ്സ് ഇങ്ങനെയുണ്ട്, ഫോട്ടോസൊക്കെ എടുത്തിരിക്കണം. ഇല്ല, ഈ പുഴയിൽ അത്രയ്ക്ക് വെള്ളമില്ലായിരുന്നു. ഒന്നാമത് മഴ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾ പോയത്. ഇത് മെയ് 1 ഞങ്ങൾ പോയത്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് സിൽവർ സ്റ്റോമിൽ നിന്ന് റൈറ്റ് എടുക്കുക, നേരെ പോകും. ശരി, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അന്നപൂർണ്ണ പറഞ്ഞൊരു ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ ചായയോ മുട്ടക്കറി, നല്ല ചായയായിരുന്നു, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നിർത്തിയത് അതിരപ്പള്ളിയുടെ ഈ വ്യൂ കാണാൻ വേണ്ടി നിർത്തി. അതിരപ്പള്ളി ഉള്ളിലോട്ട് പോയില്ല, നമ്മൾ ഈ വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയ റോഡ് സൈഡ് തന്നെ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തു, കുറച്ച് നോക്കി. അടിപൊളിയാണ്. ഇവിടെ നിന്നാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഈ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇനിയും ബ്യൂട്ടിഫുൾ ആകാൻ പോവാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഈ മഴക്കാലത്ത് പോയി കാണേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അതേപോലെ ഒരു നേച്ചറിൻ്റെ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. ഞങ്ങൾ എന്തായാലും പക്ഷേ ഉള്ളിൽ കയറുന്നില്ല, നമ്മൾ ഇടയ്ക്ക് പോകാറുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ നേരെ ഞങ്ങൾ വാൾപ്പാറ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞ് നേരെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലൊക്കെ പോകണം. ഇവിടുത്തെ ഒറ്റ റോഡുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നേരെ വാഴച്ചാൽ ആ പോകുന്ന ചെക്ക് പോസ്റ്റിൽ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വണ്ടി നമ്പർ മാത്രം കൊടുത്താൽ മതി, എത്ര പേരുണ്ടെന്ന് മാത്രം കൊടുത്താൽ മതി. അവിടെ വേറെ സീനൊന്നുമില്ല. രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, 7 മണി 8 മണി. വൈകിട്ട് പക്ഷേ 4 മണി വരെയുള്ളൂ ബൈക്കേഴ്സിന്. പിന്നെ കാറിനൊക്കെ 5 മണി വരെയുണ്ട്.
അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫ്റ്റിക്കിൻ്റെ പ്രിക്കോഷനായിട്ടാണ് ബൈക്കിൽ പോകുമ്പോൾ ഈ നൈറ്റ് ഒരുപാട് അവിടെ പെടണ്ടെന്നുള്ള രീതിക്ക്. അതായത് ഇവിടെ നിന്ന് മലക്കപ്പാറ വരെ 40-45 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു ഷോപ്പൊന്നുമില്ല, കാട്ടിക്കൂടെയാണല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടില്ലേ, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടും അത്രയും ഇതിപ്പോൾ മോർണിംഗ് ആവുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ, പക്ഷേ ഈവനിങ് ഭയങ്കര ടെറർ ഫീൽ ആയിരിക്കും. നമുക്കൊരു കാട്ടിൽ ഇവിടെ പെട്ടുപോകണതിൻ്റെ അവസ്ഥ അവർക്ക് പെട്ടുപോലെ അറിയുള്ളൂ. ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ 2 ആഴ്ച മുന്നാണ് ഒരു KSRTC ബസ് ഇവിടെ ഇടയിൽ ലോക്കായിട്ടുണ്ടായിരുന്നു, പഞ്ചപ്പ് അങ്ങനെ എന്തോ ആയിട്ട്. വേറെ ബസ് പോയിട്ടാണ് വിളിച്ചിട്ട് വന്നത്. അപ്പോൾ അത് പെടുന്നവർക്ക് അതിൻ്റെ അറിയുള്ളൂ. അതേപോലെ ആന ഇറങ്ങണത് നമുക്ക് ഈ റീൽസിൽ കാണുമ്പോൾ കോമഡി ഉണ്ട്, പക്ഷേ നമ്മളവിടെ പോകുന്ന ടൈമിൽ നമുക്ക് ആനൻ്റെ വരുന്ന ഫീൽ ആയി കഴിഞ്ഞാൽ നമ്മൾ നല്ല ടെൻസ്ഡ് ആവും. എന്ന് വെച്ചാൽ വേറെ ആരുമില്ല, ആനയും റെസ്ട്രിക്റ്റഡ് അല്ല, അവർ അറ്റാക്ക് ചെയ്തതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പോകുന്ന ടൈമിൽ ആനയൊന്നും കാണാൻ പറ്റില്ല, നല്ല ഫ്രഷ് ആനപ്പിണ്ടമോ കാണാൻ പറ്റി. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങളെന്തായാലും ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചു. ഈ പോകുന്ന സ്റ്റാർട്ടിങ്ങിൻ്റെ എവിടെയാണ് കുറച്ച് ആനയുടെ ഒക്കെ ഉള്ളത്. പിന്നെ മുകളിലോട്ട് കയറുന്ന സമയത്ത് അവിടെയൊന്നും പിന്നെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഒന്നാമത് ഈ റീൽസ് ട്രെൻഡായതും ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ചൊന്നും ഫുള്ള് വണ്ടികളായിരുന്നു. നമുക്ക് ഞങ്ങൾ 2018 പോകുന്ന സമയത്ത് ഫുൾ ഒറ്റ വണ്ടി ഉണ്ടായിരുന്നില്ല. ഈ 45 കിലോമീറ്ററിൽ ലാസ്റ്റത്തെ 10 കിലോമീറ്റർ റോഡ് മോശമുള്ളൂ. അല്ലാത്ത പക്ഷം നല്ല റോഡാണ്. അതായത് ഒരു 30-35 കിലോമീറ്റർ 36 കിലോമീറ്ററൊക്കെ നല്ല റോഡാണ്. പിന്നെയാണ് ഈ കല്ല് വിരിച്ചിട്ടുള്ളത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്ര വലിയ സീനൊന്നുമില്ല. അതായത് ഓൾറെഡി മെറ്റൽ വിരിച്ചിട്ടുണ്ട്, പിന്നെ ഇത്തിരി ചളി മുകളിലുള്ളൂ. പക്ഷെ അത്ര സ്ലിപ്പറി ഒന്നുമല്ല, വലിയ സീനൊന്നുമില്ല. സ്കൂട്ടേഴ്സ് ആയാലും എല്ലാവരും വരുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. പണ്ട് ഞങ്ങൾ വരുമ്പോൾ ഈ ചാലക്കുടിൻ്റെ ആ പാലം കഴിഞ്ഞ് പിന്നെ അവിടെ നമ്മൾ ഈ മലക്കപ്പാറ ചാലക്കുടി ആ പാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്തതിൻ്റെ ഫുള്ള് റോഡ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഇവിടെ ലാസ്റ്റ് കുറച്ച് മാത്രമേ ഉള്ളൂ, അത് കുറച്ചൊരു സീനാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ചായക്കടയുണ്ട് ലാസ്റ്റ്. അതായത് ഈ ഓഫ് റോഡും ഈ ചളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ല, ഇങ്ങനെ ചളിയാണ്. അതായത് പക്ഷേ ഇത് അത്ര അടിയിൽ ഫുള്ള് മെറ്റലാണ്, അല്ലാതെ ഫുള്ള് അങ്ങോട്ട് പോകുന്ന ചളിയല്ല. എന്ന് വെച്ചാൽ ബസ് പോകുന്നുണ്ട്, കാറുകളെല്ലാം പോകുന്ന റൂട്ടായതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചളിയല്ല, അങ്ങനെ പോകുന്നതല്ല. വണ്ടി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ കയറി ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് മുന്നേ തന്നെ, അതായത് ഒരു മല കയറിയിട്ട് മലക്കറി പോസ്റ്റ്, അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്കൊരു ടൈം തരും, അതായത് ഒരു 2.5 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താമെന്നുള്ള രീതി. പക്ഷെ അത് വലിയ കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് വൈകി കഴിഞ്ഞാൽ അവർ ഇഷ്യൂ ആക്കും. അതായത് അവർ പറയുന്ന ടൈമിന് കറക്റ്റ് എത്തും, അവരൊരു ലിബറലായിട്ട് തരുന്ന സമയം. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ചായ കുടിക്കാൻ നിന്നുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു 2.5 മണിക്കൂർ 2.25 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് പാസ് ചെയ്യണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കടയൊക്കെ കഴിച്ചു, നല്ല ചായയായിരുന്നു. നമ്മൾ മുകളിൽ പോയി വാൽപ്പാറേൻ്റെ അവിടെ പോയിട്ട് കുടിച്ച ചായക്കാളും ബെറ്ററാണ് ഇവിടെ. അവിടെ പോയി കഴിയുമ്പോൾ ചായയൊന്നും വലിയ സുഖമില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പിന്നെ മുകളിൽ പോയിട്ട് ഞങ്ങളൊരു ചായ കുടിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ചായ നല്ല മോശമായിരുന്നു, ടേസ്റ്റ് കൊള്ളില്ല. പക്ഷെ എന്തായാലും കുറച്ച് കുടിച്ചു. ഒന്നാമത് പിന്നെ ക്ലൈമറ്റാണ് ആകെ കുറച്ചൊന്ന് ഡള്ളായിരുന്നത്. വെച്ച് കഴിഞ്ഞാൽ കോരയൊന്നുമില്ല, മഴയുമില്ല, നല്ല വെയിലായിരുന്നു. അങ്ങനെ വീഡിയോ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്ലിയർ ക്രിസ്പായിട്ടെല്ലാം കാണാം. നോക്കുമ്പോൾ നല്ല വെയിൽ പിടിക്കുന്നു. നിങ്ങൾ ഇട്ട ഹുഡി എല്ലാം ഊരി പെട്ടി തന്നെ വെച്ചു, ഇതിൻ്റെ ആവശ്യമില്ല, നല്ല വെയിലും അടിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നിന്നു. അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് മെല്ലെ വണ്ടി ഞങ്ങളെടുത്തിട്ട് മെല്ലെ നമുക്ക് ടൗണിൽ എക്സ്ട്രാക്കിയിട്ട് പോകാം. അതിൻ്റെ ഇടയിൽ എവിടെയും നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് പോകാമെന്നുള്ളത്. എനിക്ക് ഞങ്ങൾ മെയിനായിട്ട് വ്യൂ പോയിൻറ്റ്സ് വേറെ എല്ലാവരും പോകുന്ന പോലെ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നമ്മൾക്ക് നല്ലൊരു ക്ലൈമറ്റ് കിട്ടണം വേണ്ട ഞങ്ങൾ ഞങ്ങൾ വന്നത് തന്നെ. ഞങ്ങൾ നേരെ ഈ ആളിയാർ ഡാമിന് താഴെ എത്തി. ഇവിടെ ഞങ്ങൾ നിർത്തിയില്ല. ഒന്നാമത് ക്ലൈമറ്റും അത്ര രസമില്ല, പിന്നെ ഓൾമോസ്റ്റ് ടൈമും ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല, 11:30-12 മണിയൊക്കെ ആവാറായി. ശരി, ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾക്ക് പോയി മുകളിൽ ഇനി തണുപ്പുണ്ടാവും എന്നുള്ള രീതിക്ക് ശരി പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇവിടെ എപ്പോഴും വെള്ളമില്ല. ഞങ്ങൾ മുന്നേ വരുമ്പോഴും തുറന്നിട്ടൊന്നും ഉണ്ടാവില്ല. മഴക്കാലം ലാസ്റ്റൊക്കെ ആകുമ്പോൾ തുറക്കുന്നതാണ് പറയണത് കേട്ടത്.
ഞങ്ങൾ എന്നിട്ട് ഇവിടെ ചുമ്മാ ജസ്റ്റ് സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നേരെ മുകളിലോട്ട് കയറി. ഇവിടെ നിന്ന് വാൾപ്പാറ ടൗണിലോട്ട് 30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ, അതായത് പെട്രോൾ പമ്പ് ഇനി അവിടെ ഉള്ളൂ, വാൾപ്പാറയിലേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് അതിരപ്പള്ളി ടു വാൾപ്പാറ ടൗണിക്ക് 70 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പെട്രോൾ നമ്മൾ അതിനനുസരിച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അടിക്കണം. അതായത് ഫുൾ ടാങ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈലേജ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അടിക്കുക. വെറുതെ ഓൾറെഡി പെടേണ്ട അവസ്ഥ വരുന്നത്. പിന്നെ അതേപോലെ കുറച്ച് ക്യാഷും കയ്യിൽ വയ്ക്കുക. ഗൂഗിൾ പേ ഒന്നും ചിലവിടെ റേഞ്ച് കിട്ടില്ല ആ മലക്കപ്പാറൻ്റെ ഏരിയയിലൊന്നും. അവിടെ നിന്ന് ഓടിക്കാന്നുണ്ടെങ്കിൽ നടക്കില്ല. കുറച്ച് ക്യാഷ് എന്തായാലും വെക്കുന്നത് നല്ലൊരു ഹാബിറ്റ് തന്നെയാണ്. നമ്മുടെ കയ്യിലൊരു 1000 500 എപ്പോഴും കയ്യിൽ വെക്കണം. ഇങ്ങനെയൊന്നുമല്ല, ഏതൊരു കേസിലും വെക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. ഇവിടെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. മൂന്നാർ പോയ അത് വൈബ് തന്നെയായിരുന്നു. പിന്നെ പക്ഷേ ഈ ക്ലൈമറ്റ് കോടയില്ലായിരുന്നു. അത് ഇത്തിരി നല്ലോണം ഡിസപ്പോയിൻമെൻ്റായി. നമ്മളതിലാണല്ലോ ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് വന്നത്, പക്ഷേ കോടയില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ചുറ്റി ഈ ആളയ ഡാമിൻ്റെ സൈഡിലൂടെയാണ് ഇതിങ്ങനെ ആളയ ഡാമിന് മുകളിലോട്ട് കയറി പിന്നെ അങ്ങനെ നമ്മൾ സൈഡിലൂടെയാണ് പോകുന്നത്. അവിടെ കുറേ ഗ്രൗണ്ടുകളോ കുറേ ബൈക്കേഴ്സും അങ്ങനെ കണ്ട് മെല്ലെ ഞങ്ങളങ്ങനെ പിന്നെ നമ്മൾ ടൗൺ എത്താറായതും നമ്മൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ട് മതി എക്സ്പ്ലോർ. ഒന്നാമത് കോടയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇനി നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ദേഷ്യം തോന്നും. ശരി, വേണ്ട ഹോട്ടലൊക്കെ നോക്കി ഒരു കുഴപ്പമില്ലാത്തൊരു ഹോട്ടലുണ്ട്, പാർക്കിങ് കൂടുതൽ. ടൗണിൽ പാർക്കിംഗ് ഇല്ല, അതാണ് വലിയ പ്രശ്നം. ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി ബിരിയാണിയാണ് പറഞ്ഞത്. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. പക്ഷെ ഇത് കുറേ പേർക്ക് ഇഷ്ടമല്ല. ഈ നമ്മുടെ കാലിക്കറ്റ് സൈഡും ഇവർക്കുള്ളവർക്കൊന്നും ഈ ബിരിയാണി ഇഷ്ടമല്ല. ഞങ്ങൾ പാലക്കാട് ഉള്ളവർക്ക് ഈ ബിരിയാണി നല്ല ഇഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇതിനെ ഇറച്ചിച്ചോറെന്നൊക്കെ പറയും. പക്ഷേ ഇതൊരു നല്ല ബിരിയാണിയാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടവർക്ക് അത് ഇഷ്ടമാകും. ഇത് നല്ല ബിരിയാണി. നമ്മുടെ പാലക്കാട് NMR ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ലെവൽ ബിരിയാണികൾ അതിൻ്റെ ടേസ്റ്റാണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ തലപ്പാക്കെട്ടൊന്നും അതിൻ്റെ അടുത്ത് വരില്ല. എന്നാലും NMR ബിരിയാണി അതൊരു വേറെ ലെവലാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തേയിലത്തോട്ടത്തിൻ്റെ അവിടെ പിന്നെ മെല്ലെ ഞങ്ങൾ തിരിച്ചു. ശരി, നിന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ ജസ്റ്റ് പോകാമെന്നുള്ള രീതിക്ക് ഈവനിങ് ഞങ്ങൾക്ക് 4 മണിക്ക് മലക്കപ്പാറ എത്തണം. 4 മണിൻ്റെ മുന്നായിട്ട് കടന്നാലാണ് നമുക്ക് 6 മണിയാകുമ്പോഴേക്കും വാഴച്ചാലെത്തുള്ളൂ. അത് അവിടെ സ്ട്രിക്റ്റാണ്. 2 ചെക്ക് പോസ്റ്റ്. ഈവനിങ് 4 മണിക്ക് ക്ലോസ് ആവും ബൈക്കിന്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പൊള്ളാച്ചി വഴി ഇറങ്ങി പോവാം. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ പോകുന്നില്ല. പിന്നെ അത് ഈ ചുറ്റി വരുന്നതിനേക്കാളും നല്ലത് തിരിച്ചു പോകുന്ന തന്നെയാണുള്ള രീതിക്ക് ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചൊരു മഴ പെയ്തപ്പോൾ പിന്നെ കോട കുറച്ച് ഇറങ്ങിയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ താഴോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങി, ടൗണിൻ്റെ ഇവിടെ ഇറങ്ങി ഞങ്ങൾ താഴോട്ട് പോയി വന്നില്ല. പിന്നെയും സെയിം ഞങ്ങൾ ഈ കാട്ടിലൂടെ തന്നെ തിരിച്ചു വന്നു. ഈവനിങ് ആകുമ്പോൾ കുറച്ചുകൂടെ ആക്കുന്ന സമയം നമ്മൾ കുറച്ചൊന്ന് നമുക്കൊരു പേടിയാവും. ഇനി എങ്ങനെ വണ്ടി അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് പഞ്ചറടിച്ച സീനാണ്. പക്ഷേ ഈ റോഡ് ക്ലിയർ ആയതുകൊണ്ട് അങ്ങനെ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ ആന ഇവരുടെ റീൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷനാവും. പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന അത്രയേ ഉള്ളൂ ഷോർട്ട് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് മറ്റു വീഡിയോസൊക്കെ നോക്കുക എങ്ങനെയുണ്ടെന്നൊക്കെ. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.